ഇൻഡോറിൽ ഭരണകൂടത്തിന്റെ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് മലിനജലം കുടിച്ച് നിരവധി പേരാണ് മരിക്കാനിടയായത്. സംഭവത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. നഗരത്തിലെ കുടിവെള്ള പൈപ്പുകളിൽ ശുചിമുറി മാലിന്യം കലർന്നതാണ് ഈ ദുരന്തത്തിന് കാരണമായത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരാനും തുടങ്ങി. ഇതിനെ തുടർന്ന് പ്രാദേശിക ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഭഗീരഥ്പുര മേഖലയിലാണ് ദുരന്തമുണ്ടായത്. കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പിന് മുകളിലായി സുരക്ഷാ ടാങ്ക് ഇല്ലാതെ നിർമ്മിച്ച ഒരു പൊതു ശൗചാലയമാണ് ഇതിനെല്ലാം വില്ലനായത്. പൈപ്പിലെ വിള്ളലിലൂടെ മാലിന്യം ഇതിലൂടെ കലരുകയും ജനങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ മുതൽ പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും നിരവധി ആക്ഷേപങ്ങളാണ് ഉയർന്നിരുന്നത്. ഡിസംബർ 28-ന് വെറും 6 രോഗികളുമായി തുടങ്ങിയ രോഗബാധ 48 മണിക്കൂറിനുള്ളിൽ 300-ലധികം പേരിലേക്കാണ് പടർന്നത്. ഭഗീരഥ്പുരയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം എത്തുന്നവരുടെ എണ്ണം 300 കടന്നത് ആരോഗ്യ പ്രവർത്തകരെ വരെ ഭയത്തിലാക്കി. ആരോഗ്യ പ്രശ്നങ്ങളാൽ എത്തുന്ന രോഗികളിൽ 95% സ്ത്രീകളാണ്. ഇത് ആരോഗ്യ വകുപ്പിനെ തന്നെ അത്ഭുതപ്പെടുത്തി. 70 മുതൽ 80% പേർക്കും വൃക്കയുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലായ നിലയിലാണ് വന്നത്. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ 13,000 വീടുകളിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതുവരെ 310 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇതിൽ 25 പേർ മാത്രം തീവ്രപരിചരണ വിഭാഗത്തിലും കഴിയുന്നവരാണ്. ചെറിയ ക്ലിനിക്കുകളിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതിനാലും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലും മരണസംഖ്യ വർദ്ധിച്ചു എന്നാണ് ഡോക്ടർമാർ വരെ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥരെ ഇതേ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രഖ്യാപിച്ചു. എന്നാൽ കൃത്യസമയത്ത് പരാതികൾ കേൾക്കാൻ അധികൃതർ തയ്യാറായിരുന്നെങ്കിൽ ഇത് സംഭവിക്കാനിടയില്ലെന്നും നിരവധി ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നും ജനങ്ങൾ രോഷത്തോടെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ഇൻഡോറിലെ ഈ മലിനജല ദുരന്തത്തിന് പിന്നിൽ BJP സർക്കാരാണെന്ന രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന് അവകാശപ്പെടുന്ന ഇൻഡോറിൽ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും സുരക്ഷിതമായി നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മധ്യപ്രദേശിലെ മോഹൻ യാദവ് സർക്കാരിനുമെതിരെയാണ് രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പരാജയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് രാഹുൽ പറഞ്ഞു. സാധാരണക്കാർ ദാരുണമായി മരണപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നിശബ്ദത പാലിക്കുകയാണെന്നും വികസനത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച ആളുകൾ മരിക്കാനിടയായ ഈ സംഭവത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അധികൃതർക്ക് ഇതേ തുടർന്ന് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കുടിവെള്ളത്തിൽ ആസിഡിന്റെ അംശവും മലിനജലവും രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ നിരവധി തവണ പരാതിയും നൽകിയിരുന്നു. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. ദുരന്തം നടക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ മേയറുടെ ഹെൽപ്പ് ലൈനിൽ ആദ്യ പരാതി ലഭിച്ചിരുന്നു. ഒക്ടോബർ 15-ന് പ്രദേശത്തെ ക്ഷേത്രത്തിനടുത്തുള്ള കിണർ വെള്ളത്തിൽ ഓവുചാൽ വെള്ളം കലരുന്നതായി ദിനേശ് ഭാരതി വർമ്മ എന്നയാൾ പരാതി നൽകി. നവംബർ പകുതിയോടെ മലിനജലത്തിൽ ആസിഡിന്റെ അംശമുണ്ടെന്ന് കാണിച്ച് മറ്റൊരു താമസക്കാരിയും പരാതിപ്പെട്ടു. ഡിസംബറോടെയാണ് സ്ഥിതിഗതികൾ വഷളായി തുടങ്ങിയത്. ഡിസംബർ 18-ന് നർമ്മദ ജലവിതരണത്തിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായി പരാതികൾ ഉയരാൻ തുടങ്ങി. ഡിസംബർ 28-ഓടെ വാർഡിലെ 90% ആളുകളും ഛർദി, വയറിളക്കം, നിർജ്ജലീകരണം തുടങ്ങിയ രോഗലക്ഷണങ്ങളാൽ വലഞ്ഞു. ഡിസംബർ 29-നാണ് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉദ്യോഗസ്ഥ അനാസ്ഥയും കാലതാമസവും പുതിയ നർമ്മദ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 2024 നവംബർ 12-ന് ഫയൽ തയ്യാറാക്കിയിരുന്നെങ്കിലും നടപടികൾ വൈകിയിരുന്നു. 2025 ജൂലൈ 30-നാണ് ടെൻഡർ വിളിച്ചത്. ഒടുവിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ 2025 ഡിസംബർ 26-നാണ് പദ്ധതിയുടെ വർക്ക് ഓർഡർ വരെ പാസ്സാകാൻ തുടങ്ങിയത്. ഫയലുകൾ 7 മാസത്തോളം അനാവശ്യമായി പിടിച്ചുവെച്ചതായാണ് ദുരന്തത്തിന് ആക്കം കൂട്ടിയത് പ്രദേശവാസികൾ കൗൺസിലറിനെതിരെ ആരോപിച്ചിരുന്നു. സംഭവത്തിൽ കൃത്യവിലോപം ആരോപിച്ച് സോൺ 4-ന്റെ ചുമതലയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്നാൽ തനിക്ക് 3 സോണുകളുടെ ചുമതലയാണ് ഉണ്ടായതെന്നും ജീവനക്കാരുടെ കുറവും മേലുദ്യോഗസ്ഥരുടെ അറിവോടെയുണ്ടായ ഈ കാലതാമസമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. സംഭവസ്ഥലത്ത് നിന്നുള്ള സാമ്പിളുകളിൽ രോഗഹേതുവായ അണുക്കളുടെ സാന്നിധ്യം വരെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.